മെജോറിറ്റി ഇപ്പം നമ്മളെ കേൾക്കുന്നതിൽ ഭൂരിഭാഗം ആളുകളും ജർമ്മൻ ഭാഷ പഠിക്കാൻ വേണ്ടി തീരുമാനം എടുക്കുന്ന ഹൗസ് ബിൽഡിംഗ് പോലത്തെ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അതിൽ അഗെയിൻ ഒരു കൺസേൺ നമ്മൾ മുമ്പ് മാം സംസാരിച്ചു. ഇപ്പം പലരും പെട്ടെന്ന് ഗീവ് അപ്പ് ചെയ്യും. ഇപ്പം 8 മാസം, പലരും 6 മാസം കൊണ്ട് ജർമ്മൻ പഠിച്ച് പാസ്സാക്കാൻ വിചാരിച്ചിട്ടാണ് ആടൊക്കെ റൺ ചെയ്ത് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ചിലർ 6 മാസം അങ്ങ് നോക്കും. 6 മാസത്തെ ഒരു മൈൻഡ് സെറ്റുമായിട്ടാണല്ലോ വരുന്നത്. 6 മാസം നോക്കും, നടത്തിയില്ലെങ്കിൽ നിർത്തിപ്പോകും. ചിലർ 1 വർഷം നോക്കും, ഓക്കെ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത പരിപാടിക്ക് ഡിഗ്രിക്ക് പോകാൻ എന്തെങ്കിലും പരിപാടിയിലേക്ക് പോകും. ശരിക്കും സാറിന് എന്താ തോന്നുന്നത്? ഇപ്പോൾ സാറ് ഏകദേശം ഹൗസ് ബിൽഡിംഗ് പോലത്തെ ഒരു പ്രോഗ്രാം 2020 നോൺ യൂറോപ്യൻ കൺട്രീസിന് അനൗൺസ് ചെയ്തൊരു മൊമെന്റ് തൊട്ട് ഇതിൽ വർക്ക് ചെയ്യും. ആ മൊമെന്റിൽ നമ്മൾ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇത് ആയിരക്കണക്കിന് കുട്ടികളെ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചൊരു എക്സ്പീരിയൻസിന്റെ പുറത്ത് സാറിന് എന്താ തോന്നുന്നത്? എത്ര സമയം ജർമ്മൻ ഭാഷ പഠിച്ച് ജർമ്മനിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം? 1 കൊല്ലം കൊണ്ട് നിർത്തണോ, 2 കൊല്ലം കൊണ്ട് നിർത്തണോ? എത്ര ടൈം നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാം? അതായത് ഈ ഭാഷ പഠിച്ചാൽ കിട്ടുന്ന ട്രാൻസ്ഫോർമേഷനോട് കമ്പയർ ചെയ്തിട്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടത്. അതായത് ഒരു വിദ്യാർത്ഥിയും അവരുടെ രക്ഷകർത്താക്കളും ചിന്തിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചാൽ എനിക്ക് എന്ത് കിട്ടും, പഠിച്ചില്ലെങ്കിൽ എന്ത് കിട്ടും, ഈ ഇത് വെച്ച് കമ്പയർ വെച്ചിട്ട് വേണം തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമുക്ക് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിൻ്റെ കാര്യം ആലോചിക്കാം. ജർമ്മൻ ലാംഗ്വേജ് ക്രാക്ക് ചെയ്താൽ അവർക്ക് അവിടെ പോയി സൗജന്യമായിട്ട് ജർമ്മനി പോലുള്ള ഡെവലപ്ഡ് കൺട്രി പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പഠിക്കുന്ന സമയത്ത് പ്രതിമാസം 1.5 ലക്ഷം രൂപയോളം സ്റ്റൈപ്പൻഡ് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കൂടാതെ അഡീഷണലായിട്ട് പാർട്ട് ടൈം ജോലി ചെയ്യുകയാണെങ്കിൽ പിന്നെയും അഡീഷണലായിട്ട് 1 ലക്ഷം രൂപ കൂടി സമ്പാദിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പഠനം കഴിഞ്ഞാൽ നേരിട്ട് ജോലി പ്രവേശിക്കാൻ സാധിക്കും. ജോലി പ്രവേശിക്കുമ്പോൾ പ്രതിമാസം 3 ലക്ഷം രൂപയിലധികം സാലറി വാങ്ങാൻ പറ്റും. ഓവർ ടൈം ഒക്കെ ചെയ്യുകയാണെങ്കിൽ 5 ലക്ഷം രൂപ വരെ സമ്പാദിക്കാം. 2 വർഷം കൊണ്ട് ജർമ്മനിയിലെ PR-ന് എലിജിബിൾ ആവും. പിന്നീട് അവിടെ ആവശ്യമുണ്ടെങ്കിൽ സിറ്റിസൺഷിപ്പ് എടുക്കാൻ വേണ്ടി സാധിക്കും. ഇനി ജർമ്മനിയിൽ നിന്ന് മൂവ് ചെയ്ത് യൂറോപ്പിലുള്ള ഏത് കൺട്രിയിലേക്ക് മൂവ് ചെയ്ത് ജീവിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കൂടാതെ ഒരു ജർമ്മൻ PR ഒക്കെ കിട്ടി ഒരു പാസ്പോർട്ടൊക്കെ ഹോൾഡർ ആയാൽ ഈവൻ US-ലോ കാനഡയിലോ ഓസ്ട്രേലിയയിലോ ന്യൂസിലൻഡിലോ എവിടേക്ക് വേണമെങ്കിലും മൂവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇതെല്ലാം വളരെ വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ്. അപ്പം ഇത് കിട്ടാൻ വേണ്ടി നമ്മൾ ലാംഗ്വേജിന് എത്ര കാലം ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നിങ്ങൾ എത്ര കാലം വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏറ്റവും മിനിമം ആയിട്ട് ഒരു 2-3 ഇയേഴ്സ് എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇതിനു വേണ്ടി ശ്രമിക്കണമെന്നാണ് എനിക്ക് തോറ്റുപോകുന്ന കുട്ടികളോട് പറയാനുള്ളത്. സാധാരണയായി ഒരുവിധം പഠിക്കാൻ തയ്യാറാവുന്ന എല്ലാ കുട്ടികളും ഒരു 1.5 വർഷത്തിനുള്ളിൽ 1 പ്രാവശ്യത്തെ പരീക്ഷയിൽ പാസ്സാവുന്ന കുട്ടികളുണ്ട്, 2 പ്രാവശ്യത്തെ പരീക്ഷയിൽ പാസ്സാവുന്ന കുട്ടികളുണ്ട്, 3 പ്രാവശ്യത്തെയോ 4 പ്രാവശ്യത്തെ പരീക്ഷ ഉണ്ട്. മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ പാസ്സാവും. അപ്പം അതിനുവേണ്ടി ശ്രമിച്ച് അതിൽ നിലനിന്ന് അതിനുവേണ്ടി പഠിക്കണമെന്നാണ് എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്. നിങ്ങൾ 1 പ്രാവശ്യം തോറ്റുപോയി, 2 പ്രാവശ്യം തോറ്റുപോയി, ഈ ശ്രമം ഉപേക്ഷിച്ച് വേറെ ഡിഗ്രി കോഴ്സിനോ മറ്റിനൊക്കെ പഠിക്കാൻ വേണ്ടി പോയാൽ ആ ഡിഗ്രി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് കിട്ടാൻ വേണ്ടി പോകുന്നത്? നമ്മുടെ നാട്ടിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞ ധാരാളം വിദ്യാർത്ഥികളുണ്ട് ജോലിയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ. അപ്പം നമ്മുടെ കൺവെൻഷനായിട്ടുള്ള ചിന്തയിൽ നിന്ന് മാറി ഈ ലാംഗ്വേജ് ഏത് വിധത്തിലെങ്കിലും പഠിച്ച് ഞാൻ പാസ്സാകുമെന്ന ഉറച്ച നിശ്ചയദാർഢ്യത്തോടു കൂടി ഇതിനു വേണ്ടി കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ഇത് ക്രാക്ക് ചെയ്താൽ ഞാൻ പറഞ്ഞ പോലെയുള്ള ഏറ്റവും നല്ല ജീവിതത്തിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും. ഇനിയിപ്പം മറ്റു പ്രോഗ്രാമിൽ പോകുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ജർമ്മനി പോലെയുള്ള ഒരു ഡെവലപ്ഡ് കൺട്രിയിൽ പോയി ജോലി ചെയ്ത് ജീവിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഈ ലാംഗ്വേജ് പഠിച്ച് പാസ്സാവുന്നതിൽ നിന്ന് ഉണ്ടാകുന്നത്. അപ്പം നിങ്ങൾ ഒരു കാരണവശാലും ഇതിൻ്റെ ശ്രമം ഉപേക്ഷിക്കരുത്. പേരൻസിനോട് പറയാനുള്ളത്, കുട്ടികളെ വീണ്ടും വീണ്ടും നിർബന്ധപൂർവ്വം ഇത് പഠിക്കാനും പരീക്ഷ എഴുതാനൊക്കെ വേണ്ടിയിട്ട് തയ്യാറാക്കണം. എഡ്യൂഫ്ലെയറിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകമായിട്ടൊരു കാര്യം ചെയ്യുന്നുണ്ട്. അതായത് എഡ്യൂഫ്ലെയറിൽ പഠിച്ച് നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ തോറ്റുപോയാൽ നിങ്ങൾ പാസ്സാവുന്നത് വരെ നിങ്ങൾക്ക് പിന്നീട് ഓൺലൈനായിട്ട് എക്സാം പ്രിപ്പറേഷനും പ്രാക്ടീസ് ക്ലാസ്സും തികച്ചും സൗജന്യമായിട്ട് നമ്മൾ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും തോറ്റു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പഠിക്കാനുള്ള അവസരം സൗജന്യമായിട്ട് നമ്മൾ നൽകുന്നുണ്ട്. നിങ്ങളുടെ ലാംഗ്വേജിനെ ബ്രഷപ്പ് ചെയ്യാനും നിങ്ങളത് വീണ്ടും ആക്റ്റീവ് ആക്കാനും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാനും വേണ്ടിയിട്ട് ഓരോ 1 മന്ത് കോഴ്സ് വീതമുള്ള പ്രോഗ്രാം സൗജന്യമായിട്ട് നൽകുന്നുണ്ട്. അപ്പം നിങ്ങളിനി തോറ്റുപോയി, നിങ്ങൾക്ക് എഡ്യൂഫ്ലെയറിൽ പഠിച്ചൊരു വിദ്യാർത്ഥിയാണെങ്കിൽ എഡ്യൂഫ്ലെയറിലെ വീണ്ടും സൗജന്യമായിട്ടുള്ള കോഴ്സിന് ചേർന്ന് നിങ്ങൾക്ക് 1 മന്ത് പഠിക്കാൻ, വീണ്ടും പരീക്ഷ എഴുതാം. പിന്നീട് തോറ്റുപോയാൽ വീണ്ടും പഠിക്കാൻ, പരീക്ഷ എഴുതാം. പാസ്സാവുന്നത് വരെ ഈ ശ്രമം നടത്തണം. നിങ്ങളെ 2-3 പ്രാവശ്യം പരീക്ഷ എഴുതുമ്പോഴേക്ക് പാസ്സാവും. ഞാനിത് തോറ്റുപോകുന്ന വിദ്യാർത്ഥികളോടാണ്, അല്ലെങ്കിൽ തോക്കും എന്ന് വിചാരിച്ച് ചേരാൻ മടി കാണിക്കുന്ന വിദ്യാർത്ഥികളോടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. എഡ്യൂഫ്ലെയറിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം തന്നെ 1-2 പ്രാവശ്യം പരീക്ഷ എഴുതുമ്പോൾ പാസ്സാവുന്നുണ്ട്. അങ്ങനെ പോലും സംശയമുള്ള കുട്ടികളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഇത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഇപ്പോൾ മാമിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇപ്പോൾ കുറേ കുട്ടികൾ മേ ബി ഡ്രോപ്പ് ചെയ്ത് പോകുന്ന കണ്ടിട്ടുണ്ടാവില്ലേ? എന്നെക്കൊണ്ട് ഇത് പറ്റില്ല, അല്ലെ 8 മാസമായി 7 മാസമായി
അപ്പം അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ കൂടെയുള്ളവർ ജർമ്മനി പോകും, ഒബിയസ്ലി റിഗ്രറ്റ് വരും അവർക്ക്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഇപ്പം നമ്മുടെ ഇവിടുന്ന് പഠിച്ച സ്റ്റുഡൻസ് ഡ്രോപ്പ് ചെയ്ത് പോയിട്ടുള്ളവരുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും. പക്ഷേ ഈ സെയിം സിനാറിയോ ഉണ്ടായിട്ടുണ്ട്. ഡ്രോപ്പ് ചെയ്ത് പോയതിന് ശേഷം അവരുടെ കൂടെയുള്ള ക്ലാസ്മേറ്റ്സ് അല്ലെങ്കിൽ ഈവൻ അവരുടെ ജൂനിയേഴ്സ് ജർമ്മനിയിലെത്തി. അത് കാണുമ്പം ഈവൻ എന്നോട് പേഴ്സണലി പറഞ്ഞവരുണ്ട്, അയ്യോ അന്ന് മേ ബി ഡ്രോപ്പ് ചെയ്യണ്ടായിരുന്നു, ഞാൻ ഡിഗ്രിക്ക് കയറണ്ടായിരുന്നു എന്ന് അങ്ങനെ ചിന്തിക്കുന്നവരെ അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുള്ളവരുമുണ്ട്. അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ ഈ ഒരു 1 year നോക്കി കിട്ടിയില്ല, ഞാൻ ഡ്രോപ്പ് ചെയ്യുന്നു എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് ഫസ്റ്റ് നമ്മൾ ഒഴിവാക്കേണ്ടത്. ഇപ്പം സാർ പറഞ്ഞ പോലെ തന്നെ ഓക്കെ, നമ്മളൊരു ഡിഗ്രിക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു കോഴ്സിന് നമ്മൾ പോയി എന്ന് വിചാരിക്കുക. പക്ഷേ വിത്ത് ദാറ്റ് എത്രത്തോളം നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. ഈവൻ ഡിഗ്രി അല്ല, ഇപ്പോൾ വേറെ CA CMA അങ്ങനത്തെ കോഴ്സസിന് പോകുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ഇത് ഡ്രോപ്പ് ചെയ്ത് ജർമ്മൻ ഡ്രോപ്പ് ചെയ്ത് അത് ചൂസ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ അങ്ങനെയുള്ളൊരു കോഴ്സ് ക്രാക്ക് ചെയ്യുന്നതും എത്ര ഡിഫിക്കൽട്ടാണ്. ഇപ്പോൾ അങ്ങനെ ഒരു കോച്ചിങ്ങിന് പോകുന്ന എത്രയോ സ്റ്റുഡൻസ് പോകുന്നുണ്ട്, എത്ര പേർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ജർമ്മൻ എന്ന് പറയുന്നത് നമ്മളിപ്പം CA or CMA പോലത്തെ കോഴ്സസിൻ്റെ അല്ലെങ്കിൽ ഈവൻ അത് കഴിഞ്ഞ് വീണ്ടും നീറ്റ് നോക്കുന്നവരുണ്ടാവുമായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അത് ക്രാക്ക് ചെയ്യാനും നമ്മളൊരു എഫേർട്ട് എടുക്കണം. അതേ എഫേർട്ട് ഈ ഒരു ജർമ്മൻ ലാംഗ്വേജ് നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനി എന്ന് പോലത്തെ ഒരു കൺട്രിയിലേക്ക് എത്തിക്കഴിയുമ്പം എത്രയോ വലിയൊരു മാറ്റമാണ് നമ്മുടെ ലൈഫിൽ വരുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഫസ്റ്റ് ടൈം കിട്ടിയില്ല അല്ലെങ്കിൽ ഒരു 1 year ഞാൻ നോക്കി, ഓക്കെ നെക്സ്റ്റ് ഇയർ ഞാൻ വേറെ എന്തെങ്കിലും ഒരു കോഴ്സ് നോക്കുന്നു, ആ ഒരു ആറ്റിറ്റ്യൂഡിനേക്കാളും എപ്പോഴും ബെറ്റർ നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് നമുക്ക് ആദ്യം ഉണ്ടാവുക. ഫസ്റ്റ് ടൈം പോയാലും കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം നോക്കിയാൽ എനിക്ക് കിട്ടും എന്നുള്ള നമ്മളെ എഫേർട്ട് ഇടുക. അതാണ് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ഒരു രീതി എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിനോട് ബന്ധപ്പെട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, കുട്ടികൾ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് പോകാനുള്ള ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് അവർക്ക് ഈ ഫാമിലിയിൽ നിന്നും സൊസൈറ്റിയിൽ നിന്നും ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നുള്ള പ്രഷറാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത്. അല്ലേ, നീ ഇങ്ങനെ പഠിച്ചു തോറ്റ് നടന്നോ, ഞങ്ങളൊക്കെ ഡിഗ്രിക്ക് പഠിക്കുകയാണ്, നീ എന്തായി എന്നൊക്കെ തോന്നുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ കുട്ടിക്ക് ഇത് ഡ്രോപ്പ് ചെയ്തിട്ട് അവർ പഠിക്കുന്ന പോലെ തന്നെ ഡിഗ്രിക്ക് ചേരാനുള്ള ടെൻഡൻസി പലപ്പോഴും കൂടുതലാണ്, അല്ലെങ്കിൽ വേറെ പ്രോഗ്രാം പഠിക്കാനായിട്ടുള്ള ടെൻഡൻസി അവർക്ക് തോന്നാറുണ്ട്. അത് മിക്കപ്പോഴും ഈ മറ്റുള്ള ആളുകളുടെ നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് ആണ് അതിന് പലപ്പോഴും കാരണമാകുന്നത്. അത് പേരൻസ് ആണ് പലപ്പോഴും ചിലപ്പം അങ്ങനെ ചിന്തിക്കുന്നത്, ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു തോറ്റുപോയി ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് ഉടനെ വേറെ എന്തെങ്കിലും പ്രോഗ്രാമിൽ ചേരാൻ ആദ്യമാണ് ഇവരുടെ കുട്ടികളെ നിർബന്ധിക്കുകയും അതുപോലെ തന്നെ കൂട്ടുകാർ, ഇപ്പോൾ ഒരു കുട്ടി ഇപ്പോൾ +2 കഴിഞ്ഞ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി വന്നു. അവന്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ അവളുടെ കൂട്ടുകാരൻ ഡിഗ്രിക്ക് ചേർന്നു. അപ്പോൾ ഇവൻ 8 മാസം ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു, പരീക്ഷ എഴുതി 1 വർഷമായി. അപ്പോഴത്തേന് അയാൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലേക്ക് ക്ലാസ്സിലെത്തി, ഇയാൾ ജർമ്മൻ ലാംഗ്വേജ് തോറ്റുപോയി എന്ന് വിചാരിക്കുക. അപ്പം അവർ കമ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 2 വർഷം കൊണ്ട് മറ്റേ ആൾ ഡിഗ്രി കഴിയും, ഞാൻ തോറ്റുപോയി എന്നാണ്. അതേസമയം ആ ആൾ ഡിഗ്രി കഴിഞ്ഞാലും അയാളുടെ ലൈഫിൽ വലിയ ട്രാൻസ്ഫോർമേഷൻ ഒന്നും ഉണ്ടാവില്ല. ഞാൻ എങ്ങനെയെങ്കിലും ഈ ജർമ്മൻ ക്രാക്ക് ചെയ്താൽ എൻ്റെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും എന്നുള്ള ആ ഒരു ഉറച്ച ബോധ്യം അവരുടെ ഉള്ളിലേക്ക് വരാത്തത് കൊണ്ടാണ് അവർക്ക് വീണ്ടും വീണ്ടും ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റാതെ വരുന്നത്. അതെ, എനിക്ക് അതിൽ പേഴ്സണലി ഫീൽ ചെയ്യുന്നൊരു കാര്യം എന്താ പറയുക സാർ, ഇപ്പം ഹാർഡ് വർക്ക് മാത്രമല്ല നമ്മുടെ ലൈഫിൻ്റെ സക്സസിനെ ഡിഫൈൻ ചെയ്യുന്നതല്ല. ഇപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാറ് തന്നെ പറഞ്ഞൊരു കാര്യമാണ്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പാറ പൊട്ടിക്കുന്നവരും വലിയ ചുമടെടുക്കുന്നവരായിരിക്കണം ഇപ്പം അംബാനിയെ പോലെ അദാനിയെ പോലെ ഏറ്റവും വലിയ ഒരു ഹൈ പൊസിഷനിലേക്ക് എത്തേണ്ടത്. പക്ഷേ നിങ്ങളിതിന് മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞൊരു കുട്ടിയാണെന്ന് വിചാരിക്കുക, നിങ്ങളുടെ മുമ്പിൽ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് നീറ്റിന് പോവാം, JEEക്ക് പോവാം, CA CMA പോലത്തെ ഈ ഒരു 3 പ്രോഗ്രാമുകളുടെ കാര്യം എടുക്കുക. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളുടെ ഇപ്പം കൊച്ചി പോലത്തെ ഒരു സിറ്റി അല്ലെങ്കിൽ കോഴിക്കോട് പോലത്തെ ഒരു ടൗണിൽ നിങ്ങൾക്ക് എത്ര ചാർട്ടേഡ് അക്കൗണ്ടൻസിന് ആവശ്യമുണ്ട്? അപ്പോൾ ഒരു 50 പേരെ വേണമെന്നിരിക്കട്ടെ, നമ്മൾ എത്ര കുട്ടികൾ ഇതിനു വേണ്ടി പഠിക്കുന്നുണ്ട്? ആ പ്രോഗ്രാമിൻ്റെ ഒരു സക്സസ് റേറ്റ് നമ്മൾ ആലോചിച്ച് നോക്കുക. അതായത് ലക്ഷക്കണക്കിന് കുട്ടികൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഫൈനൽ എക്സാം ഒക്കെ ക്ലിയർ ചെയ്ത് വരുന്നത് വളരെ 100-ൽ താഴെ മാത്രമാണ്. അതായത് അതിൻ്റെ പ്രൊബബിലിറ്റി എന്നൊക്കെ പറയുന്നത് എത്രയോ ചെറുതാണ്. അതുപോലെ നീറ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതായത് എത്രയോ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റിന് വേണ്ടിയിട്ട് എത്രയോ ലക്ഷക്കണക്കിന് കുട്ടികളാണ് ട്രൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രോഗ്രാമിൻ്റെ ഫ്യൂച്ചർ എന്താണ്, അതിൻ്റെ സക്സസ് റേറ്റ് എന്താണ്. ഇപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇപ്പോൾ ജർമ്മൻ ഭാഷ ഇപ്പോൾ നിങ്ങൾക്ക് നീറ്റിൽ ഫിസിക്സോ കെമിസ്ട്രി ബയോളജി ഒക്കെ പഠിക്കുന്ന അത്രയും കോംപ്ലിക്കേഷൻ ഉണ്ടോ നിങ്ങളൊരു ലാംഗ്വേജ് പഠിക്കാനായിട്ട്? വൺസ് നിങ്ങളത് പഠിച്ച് B2 4 മൊഡ്യൂൾ ക്ലിയർ ചെയ്തതിന് ശേഷം ജർമ്മനി പോകാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കും. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഫാക്ട് എഡ്യൂപ്ലെയറിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കുട്ടികളും പേരൻസും മനസ്സിലാക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കൺസേൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും അവരുടെ കുട്ടീനെ നീറ്റിന് വിടുന്നു, എല്ലാവരും അവരുടെ കുട്ടീനെ CA CMA പഠിപ്പിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ കുട്ടീനെ അത് വിട്ടത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് ഉണ്ടാവണം, വിജയം ഉണ്ടാവണം നിർബന്ധമില്ല. നമ്മളുടെ തിരഞ്ഞെടുപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മേ ബി ഒരു 10 വർഷം കഴിയുമ്പം ജർമ്മൻ ലാംഗ്വേജ് ഇത്രയും കോമ്പറ്റീഷനുള്ള സെനാരിയോ ആയിട്ട് മാറാം. അപ്പോൾ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു കരിയർ ഓപ്ഷൻ ഉണ്ടായെന്ന് വരാം, അല്ലെങ്കിൽ ഒരു 15-20 കൊല്ലത്തിന് ശേഷം. പക്ഷേ ഇന്നത്തെ ഈ ഒരു മൊമെൻറ്റിൽ ഇതിനേക്കാളും വലിയ ട്രാൻസ്ഫോർമേഷൻ ഇത്ര ഈസിലി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്രോഗ്രാം നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഐ എം ഹാപ്പി ടു ലിസൺ. പക്ഷേ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യമല്ലേ സാർ?
അതായത് യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ നമ്മൾ പേരൻസും സ്റ്റുഡൻസും സമൂഹം മൊത്തത്തിൽ തന്നെ കൺവെൻഷനൽ ആയിട്ടുള്ള രീതിയിലാണ് ചിന്തിക്കുന്നതും പഠിക്കുന്നതും. നമ്മൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ജേണി നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതായത് +2 ഒരു 90+ എബോവ് മാർക്കുള്ള കുട്ടി തീർച്ചയായിട്ടും നീറ്റ് എക്സാം എഴുതാൻ വേണ്ടി പോകും. ആ നീറ്റ് എക്സാം എഴുതുമ്പം അവർ മനസ്സിലാക്കുന്നില്ല 500 താഴെ റാങ്ക് ലിസ്റ്റിൽ വന്നാൽ മാത്രമേ അവർക്ക് സർക്കാർ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടൂ എന്നുള്ള കാര്യം മനസ്സിലാക്കാതെ 2 ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതുന്ന ഒരു എൻട്രൻസിൻ്റെ ഒരു എന്താ പറയുക മുന്നിൽ വരുന്ന ആൾക്ക് കിട്ടുന്ന ഒരു കോഴ്സിലേക്കാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. പലപ്പോഴും +2ൻ്റെ ഒപ്പം പഠിക്കും, റിപ്പീറ്റ് ചെയ്യും, റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ 2-3 വർഷം കളഞ്ഞതിന് ശേഷം ഇവർ പൊതുവെ പിന്നീട് സയൻസ് സബ്ജക്റ്റ് ഡിഗ്രിക്ക് പഠിക്കാൻ വേണ്ടി പോകും. അത് നീറ്റ് ക്രാക്ക് ചെയ്യാത്ത ആളുകളെ. അപ്പോൾ കുറേ ആളുകൾ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി ഇങ്ങനെയൊക്കെ കുറേ ആളുകൾ പോകും. കുറേ ആളുകൾ ഇത് +2 കഴിയുമ്പോൾ തന്നെ എൻജിനീയറിംഗ് സ്ട്രീമിലേക്ക് പോകുന്ന ആളുകളുണ്ട്. കുറേ ആളുകൾ ഈ നീറ്റ് ക്രാക്ക് ചെയ്യാതെ ഇപ്പോൾ സയൻസ് സബ്ജക്റ്റ് പോകുന്നു. അതിലും കുറച്ച് കുറവ് മാർക്കുള്ള ആളുകൾ കൊമേഴ്സിലേക്ക് ആകൃഷ്ടരായി ഇതേ പറഞ്ഞ പോലെ CA CMA പോലെയുള്ള പ്രോഗ്രാമുകൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. കുറേ ആളുകൾ BCom പോലെയുള്ള പ്രോഗ്രാമുകൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. അതിലും മാർക്ക് കുറഞ്ഞ ആളുകൾ ആർട്സ് സബ്ജക്റ്റുകൾ പഠിക്കും. അതിലും മാർക്ക് കുറഞ്ഞ ആളുകൾ ഡിപ്ലോമ സബ്ജക്റ്റുകൾ പഠിക്കും. അതിലും കുറവുള്ളവർ എളുപ്പം ജോലി കിട്ടാൻ വേണ്ടി എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇതൊക്കെ നമ്മുടെ കൺവെൻഷനൽ ആയിട്ടുള്ള രീതിയാണ്. ഞാൻ പേരൻസിനോടാണ് പ്രത്യേകമായിട്ട് പറയുന്നത്, നിങ്ങളുടെ കുട്ടിക്ക് നല്ലൊരു മെറിറ്റുള്ളൊരു കുട്ടിയാണ് +2-ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലേണിംഗ് ഹാബിറ്റുള്ള പഠിക്കാൻ തയ്യാറുള്ളൊരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് അവരെ +2 കഴിഞ്ഞാൽ ഉടനെ തന്നെ ചേർക്കേണ്ടത്. പഠിക്കാൻ കഴിവുള്ള ഒരു കുട്ടിയാണ് 8 മാസം കൊണ്ട് ജർമ്മൻ ലാംഗ്വേജ് ക്രാക്ക് ചെയ്യും. അവർക്ക് 1 വർഷത്തിനുള്ളിൽ ജർമ്മനി പോലുള്ള രാജ്യത്ത് പോകാനും ഞാൻ പറഞ്ഞ പോലെയുള്ള സ്റ്റൈപ്പൻഡോടുകൂടി സൗജന്യമായിട്ട് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി അവരൊരു മെഡിക്കൽ ആസ്പിരൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ MBBS ഒക്കെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ജർമ്മനിയിൽ ചെന്ന് ഈ പാത്വേയിൽ കൂടി പോയി അവിടെ പിന്നീട് അതൊക്കെ സൗജന്യമായിട്ട് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കുന്നു, അജിത്ത് പറഞ്ഞ പോലെ നിങ്ങളുടെ ജീവിതത്തിലെ തിരഞ്ഞെടുപ്പാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നയിക്കുന്നത്. ഹാർഡ് വർക്കിലുപരി ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് ചൂസ് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. EduFlair, education driven by passion.